ധൃതി പിടിച്ച ഈ ലോകത്തിൽ കാത്തിരിക്കുന്നത് ആർക്കും അത്ര രസമുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും ദൈവത്തിനായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വിരസമായി പലർക്കും തോന്നും. ദൈവത്തിൻ്റെ ടൈം ടേബിൾ മാറുന്നില്ല. തൻ്റെ ഹിതത്തിനനുസരിച്ച് തൻ്റെ ഉദ്ദേശത്തിലേക്ക് സകലവും അവൻ കൊണ്ടെത്തിക്കും. ചിന്തിക്കാം. പല കളികളിലും വളരെയേറെ പാഠങ്ങൾ പഠിക്കുവാനുണ്ടാകും. കഴിഞ്ഞ ദിവസം കുറേ പേർ കൂടി കളിക്കുന്ന ഒരു ഗെയിം ഞാൻ ശ്രദ്ധിച്ചു. എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് 10 വരെ എണ്ണുക. അതാണ് ആ ഗെയിം. അങ്ങനെ എണ്ണാതെ എടുത്തു ചാടി പറയുന്നവർ ഗെയിമിൽ നിന്നും വെളിയിലാകും. രസമായി തോന്നി. എടുത്തു ചാടി സംസാരിക്കുന്നതിന് മുൻപ് മിണ്ടാതിരുന്നാൽ അത് നമ്മുടെ വികാരത്തെ ശാന്തമാക്കുവാൻ സഹായിക്കും. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിക്കൂട്ടാതെ ഒരു 10 ദിവസം വെയിറ്റ് ചെയ്താൽ ശരിയായ തീരുമാനമെടുക്കുവാൻ സാധിക്കും. മടി പിടിച്ച് അനന്തമായി ചെയ്യാതിരിക്കുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായല്ലോ. എടുത്തു ചാടുവാനോ രോഷം പ്രകടിപ്പിക്കുവാനോ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി അടങ്ങിയിരുന്നാൽ ദൈവം നമ്മെ തൻ്റെ വഴികളിൽ വിജയത്തിലേക്ക് നയിക്കും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ എത്രയോ ശാന്തനായിരുന്നു. അവൻ ശാന്തമായിരുന്ന് ദൈവഹിതം പ്രവർത്തിച്ചിരുന്നത് നല്ല മാതൃകയാകുന്നു. അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നു, പക്ഷെ ഒരു ധൃതിയും ഉണ്ടായിരുന്നില്ല. നമുക്കൊരു നല്ല മാതൃകയാണ്. ഇന്ന് ദാവീദിൻ്റെ ജീവിതത്തിലെ അവൻ്റെ അനുഭവത്തിൽ നിന്നും അവൻ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭയാനകമായൊരു പ്രതിസന്ധിയിൽ അവൻ ചെന്നെത്തി. അവിടെ ഇരുന്നു കൊണ്ടവൻ പാടുകയാണ്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്ന്. 62-ാം സങ്കീർത്തനമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ഈ സങ്കീർത്തനം വളരെയേറെ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നൊരു സങ്കീർത്തനമാണ്. 62-ാം സങ്കീർത്തനം. സങ്കീർത്തനം. ഈ സങ്കീർത്തനം അവൻ തന്നെ എന്ന് ശീർഷകം നൽകാവുന്ന ഒരു സങ്കീർത്തനമാണ്. അവൻ തന്നെ. ദൈവത്തെക്കുറിച്ച് പല പ്രാവശ്യം ഇത് പറഞ്ഞ് ആവർത്തിച്ചിട്ടുണ്ട്. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ. സംഗീത പ്രമാണിക്ക് യദൂഥൂന്യ രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് തലക്കെട്ട്. 39-ാം സങ്കീർത്തനവും യദൂഥൂതൻ എന്ന സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. യദൂഥൂതൻ സംഗീത പ്രമാണികളിൽ ഒരാളായിരുന്നു. അവൻ്റെ പേര് സങ്കീർത്തനങ്ങളിൽ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ സങ്കീർത്തനം ഉപയോഗിക്കുമ്പോൾ യദൂഥൂതൻ ആയിരിക്കാം സംഗീതത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇത് ലളിതമായ ഒരു സങ്കീർത്തനമാണ്. ലളിതമായ വിശ്വാസത്തിൻ്റെ സങ്കീർത്തനം. ലളിതമായ ഒരു സങ്കീർത്തനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കൊച്ചുകുട്ടിക്ക് തൻ്റെ മാതാപിതാക്കന്മാരിലുള്ള വിശ്വാസം പോലെയാണ് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, ഒരു കൊച്ചുകുട്ടിക്ക് തൻ്റെ മാതാപിതാക്കന്മാരിലുള്ള വിശ്വാസം പോലെ. അങ്ങനെ ഒരു വിശ്വാസവും ആശ്രയവും നമുക്ക് ദൈവത്തിലുണ്ടാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി, ആഴം എത്ര വലുതാണെന്നറിയാമോ? ദാവീദ് ഇത് എഴുതിയത് തൻ്റെ മകൻ്റെ നേതൃത്വത്തിലുള്ള ശത്രുതയാൽ ഹൃദയവേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് കരുതുന്നു. 2 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം ഞാൻ വായിക്കുമ്പോൾ അവിടെ ദാവീദ് തലമുടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെയും തലമൂടി കരഞ്ഞും കൊണ്ട് കയറി ചെന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ അത് വളരെ നിർഭാഗ്യകരമായ ഒരു സമയമായിരുന്നു. അത് ദാവീദിൻ്റെ പ്രതിസന്ധികളുടെ സമയമായിരുന്നു. ദാവീദിൻ്റെ മകനായ അബ്ശാലോം യെരൂശലേമിലേക്ക് അടുക്കുകയാണ്. അവൻ്റെ പ്രവേശനം ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് ജനത്തെ നിർബന്ധിക്കുന്നു. ദാവീദിനെ
അംഗീകരിക്കുന്ന ചിലരും അബ്ശാലോമിനെ അംഗീകരിക്കുന്ന മറ്റു ചിലരും ഉണ്ടായിരുന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ വിശ്വസ്തർ ആരാണെന്നും അവിശ്വസ്തർ ആരാണെന്നും ദാവീദിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അത്. ഒറ്റിക്കൊടുക്കുന്നവരെയും തന്നെ വിശ്വസ്തയോടെ അനുഗമിക്കുന്നവരെയും വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ദാവീദിൻ്റെ ആലോചനക്കാരനും ഉറ്റ സുഹൃത്തും ആയിരുന്ന അഹീതോഫേൽ, അവൻ ഇവിടെ ഒരു പ്രധാന വിഷയമാകുന്നു. എന്നാൽ ഇപ്പോൾ അഹീതോഫേൽ അബ്ശാലോമിൻ്റെ പക്ഷത്ത് ചേർന്നിരിക്കുന്നു. ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വളരെയേറെ ദാവീദിനോട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന അഹീതോഫേൽ, അവന് വളരെ വ്യക്തമായി അറിയാം ദാവീദ് എങ്ങനെയായിരിക്കും നീങ്ങുന്നത് എന്ന്. അഹീതോഫേൽ തന്നെ പുറന്തള്ളിയത് ദാവീദിന് വളരെയധികം വേദനയുളവാക്കുന്ന ഒരു കാര്യമായിരുന്നു. പിന്നീട് മെഫീബോശെത്തിൻ്റെ ദാസനായ സീബ വന്ന് ദാവീദിൻ്റെ സ്നേഹിതനായിരുന്ന യോനാഥാൻ്റെ മകനും തൻ്റെ യജമാനനുമായ മെഫീബോശെത്തും ദാവീദിനെ വഞ്ചിച്ചിരിക്കുന്നു എന്നറിയിച്ചു. നോക്കണേ, ചെരുപ്പിടാതെ നടന്നും കരഞ്ഞും കൊണ്ട് ദാവീദ് നഗരം വിട്ട് ഓടുമ്പോൾ തനിക്ക് കേൾക്കുവാൻ കഴിയുന്ന ഈ വാർത്തകളൊക്കെ ദുഃഖം മാത്രം ഉണ്ടാക്കുന്നതായിരുന്നു. അതിനിടയിൽ ബെന്യാമീന്യനായ ശിമെയി വഴിമധ്യേ നിന്നിരുന്നു. അവനിപ്പോഴും പഴയ രാജാവായ ശൗലിനോട് കൂറുള്ളവനായിരുന്നു. ദാവീദിനോടുള്ള കടുത്ത പക വെച്ചുകൊണ്ട് അവൻ ദാവീദിനെ കല്ലുവാരിയെറിയുകയും ശപിക്കുകയും ചെയ്തു. അബ്ശാലോം വിജയശ്രീ ലാളിതനായി യെരുശലേമിൽ പ്രവേശിക്കുന്നതായി നാം കാണുന്നു. ഒരിക്കൽ ദാവീദിനു വേണ്ടി ആർപ്പ് വിളിച്ചവർ ഒക്കെ ഇപ്പോൾ അബ്ശാലോമിനു വേണ്ടി ജയഭേരി മുഴക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ആളുകളുടെ മക്കളാണ് കർത്താവായ യേശുക്രിസ്തുവിന് ഹോശന്ന ആർത്ത് വിളിച്ചത് ഒരു ദിവസം. അതിനടുത്ത ദിവസം അവർ തന്നെ അവനെ ക്രൂശിക്ക എന്നുറക്കെ നിലവിളിച്ചു പറഞ്ഞു. ഈ ജനത്തിൻ്റെ ആർപ്പുവിളിയുടെ അർത്ഥവും വ്യഥയും ദാവീദ് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ വിഷമഘട്ടത്തിൽ 62-ാം സങ്കീർത്തനം പാടിയത്. തൻ്റെ വഴി യഹോവയെ ഭരമേൽപ്പിച്ച ഒരു മനുഷ്യനെ നാം ഇവിടെ കാണുന്നു. കൊടുങ്കാറ്റിന് മീതെ ഉയർന്നു പറക്കുന്ന, ജീവിതത്തിൻ്റെ ഭാരങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വന്തം മകൻ തന്നെ കൊല്ലുവാൻ ഓടിക്കുമ്പോൾ ഇന്നലെ എല്ലാ സുഖസൗകര്യങ്ങളുടെയും മടിത്തട്ടിൽ കിടന്നിരുന്നതായ മനുഷ്യൻ ഇന്ന് ചെരുപ്പിടാതെ കരഞ്ഞും കൊണ്ട് നടന്ന് മല കയറി ഓടുന്ന അവസ്ഥ. അതെ, എത്ര പരിതാപകരമായൊരു സ്ഥിതിയല്ലേ. രണ്ടും തമ്മിലുള്ള അന്തരം നിങ്ങളൊന്ന് ചിന്തിക്കും. ഈ ഇരുണ്ട നാഴികയിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉടലെടുത്തു വന്ന ഒരു സങ്കീർത്തനം നാം വായിക്കുമ്പോൾ നിരാശയുടെയോ ഭയത്തിൻ്റെയോ ലാഞ്ചന പോലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഭയങ്കരം. സങ്കീർത്തനക്കാരനായ ദാവീദിൻ്റെ ആ മനസ്സിൽ പകയോ വിദ്വേഷമോ ഉയർന്നു വരുന്നതായും കാണുവാൻ കഴിയുകയില്ല. അവൻ രക്ഷയുടെ പാട്ടുപാടുന്നു. ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സ്തുതിയുടെയും ഗീതമാണ് സങ്കീർത്തനക്കാരനിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇത്രമാത്രം ഇരുണ്ട അനുഭവത്തിൽ എങ്ങനെയാണ് ദാവീദിന് ഇങ്ങനെയുള്ളൊരു സ്തുതിഗീതം പാടുവാൻ കഴിഞ്ഞത്? തികച്ചും ഹല്ലേലൂയ ഗീതമില്ലേ? ഞാനിതിനെ വിശ്വാസത്തിൻ്റെ 3 പടികളായി ചിത്രീകരിക്കട്ടെ. ഒന്ന്, വിശ്വാസത്തിൻ്റെ പരിശോധന. ആദ്യ ഭാഗം അതാണ്, വിശ്വാസത്തിൻ്റെ പരിശോധന. 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അന്ന് അമിതവാദക്കാരായ ചില ആളുകൾ, മതഭ്രാന്തർ എന്ന് പറയാം, അവർ ദാവീദിൻ്റെ ചുറ്റിലും നിന്നുകൊണ്ട് അവൻ തൻ്റെ വിശ്വാസം വെളിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവിടെ യെരുശലേമിൽ തന്നെ നിൽക്കണം എന്ന് നിർബന്ധിക്കുന്നുണ്ടായിരുന്നിരിക്കണം. ദാവീദ് ദൈവത്തിൻ്റെ അഭിഷിക്തനായതുകൊണ്ട് ദൈവം ഈ സാഹചര്യത്തെ പൂർണ്ണമായി നിയന്ത്രിച്ച് നടത്തണം എന്നാണ് അവരുടെ വാദം. എന്നാൽ ദാവീദ് അപ്രകാരമുള്ള വ്യക്തിയായിരുന്നില്ല. തൻ്റെ ജീവൻ ദൈവത്തിൻ്റെ കൈകളിലാണെന്നും നഗരം വിട്ടുപോകുന്നതാണ് നല്ലതെന്നും ദാവീദ് പറഞ്ഞു.
കൊച്ചു മനുഷ്യരുടെ വികാരങ്ങൾക്കും നിലവിളിക്കും ഉയർന്നാണ് ദാവീദ് ജീവിച്ചത്. ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അന്ധകാരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനാണ് ദാവീദ് തീരുമാനിച്ചത്. അതെ സുഹൃത്തെ, അങ്ങനെയുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവദത്തമായ വിശ്വാസം. മറ്റുള്ളവർ പരാജയം എന്ന് പറഞ്ഞത് ദാവീദിന് വിശ്വാസത്തിൻ്റെ ഒരു പരിശോധന മാത്രമായിരുന്നു. ദാവീദ് യെരൂശലേം വിട്ടുപോകുമ്പോഴും അത് അവനൊരു വിജയമായി കാണുവാൻ കഴിഞ്ഞിരുന്നു. 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു. എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ദാവീദിനോടുകൂടെ പോകുവാനായി മഹാപുരോഹിതനായ സാദോക്ക് മുമ്പോട്ട് വന്നു. അവൻ വിശ്വസ്തനായിരുന്നു. സാദോക്ക് ദൈവത്തിൻ്റെ പെട്ടകവും ചുമന്നുകൊണ്ട് വരികയാണ്. ദൈവം തങ്ങളുടെ മധ്യേ ഉണ്ട് എന്നതിന് ഇസ്രായേൽ മക്കളുടെ അടയാളമായിരുന്നു പെട്ടകം. സാദോക്ക് ദാവീദിനെ പിന്തുടരുകയാണ്. ദാവീദ് രാജാവ് തിരിഞ്ഞു നോക്കി. പെട്ടകം കണ്ടപ്പോൾ അത് നഗരത്തിലേക്ക് തിരികെ കൊണ്ടുപോകുവാൻ സാദോക്കിനോട് കൽപ്പിക്കുന്നു. നാം 2 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിൽ കാണുന്നത് 2 ശമൂവേൽ 15-ന്റെ 25-26. രാജാവ് സാദോക്കിനോട്, നീ ദൈവത്തിൻ്റെ പെട്ടകം പട്ടണത്തിലേക്ക് തിരികെ കൊണ്ടുപോക. യഹോവയ്ക്ക് എന്നോട് കൃപ തോന്നിയാൽ അവൻ എന്നെ മടക്കി വരുത്തും. ഇതും തിരുനിവാസവും കാണുവാൻ എനിക്കിടയാകും. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. അവൻ തനിക്ക് ഹിതമാകും വണ്ണം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പെട്ടകത്തിലല്ല, പിന്നെയോ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സാദോക്കിനോട് പറയുന്നത്, ഞാൻ നഗരത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ളത് ദൈവ ഇഷ്ടമാണെങ്കിൽ സാദോക്കേ, ദൈവം എന്നെ മടക്കിക്കൊണ്ടുവരും. അതിന് ഈ പെട്ടകം എന്നോടുകൂടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. അതല്ല എങ്കിൽ ഞാനിതാ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇരിക്കുന്നു എന്നത്രേ ദാവീദ് പറയുന്നത്. എന്തെങ്കിലും ദൈവം ചെയ്തേ പറ്റൂ എന്ന് ദാവീദ് നിർബന്ധിക്കുവാൻ ശ്രമിക്കുന്നില്ല. നേരെ മറിച്ച് വഴി ഏത് വിധത്തിലുള്ളതായിരുന്നാൽ തന്നെയും ദൈവം നയിക്കുന്ന വഴിയിൽ കൂടി പോകുവാൻ തീരുമാനിക്കുകയാണ് ദാവീദ് ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, ഇതെത്ര വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത്. ഈ വിധത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. പലപ്പോഴും ദൈവത്തെ നിർബന്ധിച്ച് നമ്മുടെ വഴികളിൽ കൊണ്ടുവരുവാനുള്ള തത്രപ്പാടല്ലേ നമുക്കുള്ളത്? തന്മൂലമുണ്ടാകുന്ന നിരാശയല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? എന്നാൽ ദൈവം എന്നെ ഏത് വഴിക്ക് നയിക്കുന്നുവോ ആ വഴി എത്ര പരിപരുത്തതാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും അതുവഴി പോകുവാൻ ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്ന ഉറപ്പെനിക്കുണ്ട്. ഈ ഉറപ്പാണ് ഒരു മനുഷ്യനെ വാസ്തവത്തിൽ പ്രയോജനമുള്ളവനാക്കുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. മൂന്നാം വാക്യം നോക്കിക്കാട്ടെ. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ. ഈ മനുഷ്യർ ദാവീദിൻ്റെ മീതെ കൂടി നടക്കുകയാകുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും എന്ന് ദാവീദ് ചോദിക്കുന്നു. ഇവിടെ ദാവീദ് വാസ്തവത്തിൽ മെഫീബോശെത്തിൻ്റെ ദാസനായ സീബയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ദാവീദിൽ നിന്ന് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ഹീനകാര്യം ചെയ്ത ഈ സീബ, തൻ്റെ യജമാനൻ ദാവീദിനെ വിട്ട് മറുപക്ഷത്ത് ചേർന്നു എന്നാണ് സീബ പറഞ്ഞത്. എന്നാൽ അത് ശരിയായിരുന്നില്ല. തുടർന്ന് അവൻ തൻ്റെ ഉത്തമ സുഹൃത്തും ആലോചനക്കാരനുമായിരുന്ന അഹീതോഫേലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദാവീദിൻ്റെ കഷ്ടകാലത്ത് അഹീതോഫേൽ
മറുപക്ഷം ചേർന്നു. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് അഹീതോഫേലിനെ കുറിച്ച് പ്രവചനപരമായി ഇസ്കറിയോത്ത് യൂദായെയാണ് സൂചിപ്പിക്കുന്നത്. അവൻ ഏറ്റവും അടുത്തവനും താൻ വിശ്വാസം അർപ്പിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു. ഒരു ജനക്കൂട്ടം ഒരു വേലിക്ക് മുകളിൽ കൂടി ചവിട്ടിക്കടക്കുന്നത് പോലെ അവർ തന്നെ ചവിട്ടി കടന്നു പോവുകയാകുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. എന്നാൽ അതാകുന്നു ദൈവഹിതമെങ്കിൽ അങ്ങനെ ആകട്ടെ, അങ്ങനെ നടക്കട്ടെ എന്നാണ് ദാവീദ് പറയുന്നത്. 4-ാം വാക്യം, അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. ഇവിടെ ശിമെയിയുടെ കാര്യമത്രേ ദാവീദ് ചിന്തിക്കുന്നു. അവൻ്റെ ക്രൂരമായ ആക്രമണ സമയത്ത് ദാവീദിൻ്റെ പ്രവൃത്തി എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദാവീദ് സിംഹാസനത്തിലിരുന്നപ്പോൾ മറ്റുള്ളവരെ പോലെ ശിമെയിയും ദാവീദിനെ വണങ്ങിയിരുന്നു. എന്നാൽ തൻ്റെ പക പ്രകടമാക്കുവാൻ അവന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ദാവീദ് യെരൂശലേമിൽ നിന്ന് ഓടിപ്പോയ സമയം ശിമെയി അവനെ ശപിക്കുകയും കല്ലുവാരി എറിയുകയും ചെയ്യുന്നതായി നാം കാണുന്നു. സെരൂയയുടെ മകനായ അബീശായി എന്ന പേരോടുകൂടിയ ഒരു വിശ്വസ്തനായ സൈന്യാധിപൻ ദാവീദിനോടുകൂടി ഉണ്ടായിരുന്നു. അയാൾ ദാവീദിനോട് പറഞ്ഞു, ഈ ചെത്ത നായി എൻ്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവൻ്റെ തല വെട്ടിക്കളയട്ടെ. അപ്പോൾ ദാവീദ് അബീശായിയോട് പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആർ ചോദിക്കുമെന്ന് പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദാവീദ് അവനോട് പറഞ്ഞത്, എന്നെ ശപിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചിരിക്കുകയാണ്, അവൻ ശപിക്കട്ടെ, നീ തടസ്സപ്പെടുത്തേണ്ട. പ്രിയ സുഹൃത്തെ, ദൈവം താങ്കൾക്ക് ചില ശത്രുക്കളെ തന്നിരിക്കുന്നത് താങ്കൾ ഒരു നല്ല വിശ്വാസിയായി തീരുമോ എന്ന് താങ്കളെ പരിശോധിക്കുന്നതിനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണെന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. അതെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ വിളിക്കുന്നതിന് തടസ്സമായിട്ട്, താങ്കളുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. എന്നാൽ അത് കണ്ട് ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല. അത് നമ്മെ ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കുന്നതിനും ദൈവത്തെ കൂടുതൽ വിശ്വസിക്കുന്നതിനും ഇടയാക്കേണ്ടതത്രേ. ഒന്നാമതായി നാം വിശ്വാസത്തിൻ്റെ പരിശോധനയെക്കുറിച്ചാണ് കണ്ടത്. ഇനിയും വിശ്വാസത്തിൻ്റെ സമയം നമുക്ക് നോക്കാം. എപ്പോഴാണ് വിശ്വാസത്തിൻ്റെ സമയം? നിങ്ങളുടെ ആകാശത്തിൽ യാതൊരു കാർമേഘവും ഇല്ലാത്തതായ പ്രകാശമാനമായ ദിവസമാണോ അത്? സകല കാര്യങ്ങളും ഭംഗിയായും സുഗമമായും നടക്കുമ്പോഴാണോ നാം വിശ്വസിക്കേണ്ടത്? താങ്കളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കുഴപ്പം നിറഞ്ഞ അവസരമാണ് താങ്കൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമയമെന്നത്രേ ദാവീദിൻ്റെ ഉത്തരം. 5-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നു, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. പ്രാർത്ഥനയ്ക്കുള്ള വേദപുസ്തകത്തിലെ ഒരു നിർവചനമാണിത്. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. താൻ എന്തെങ്കിലും വലിയ പ്രാർത്ഥന നടത്തുന്നു എന്നോ ശബ്ദമാനമായ പ്രസ്താവന ചെയ്യുന്നു എന്നോ ദൈവം ചില കാര്യങ്ങൾ ചെയ്തു തരണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു എന്നോ അല്ല. അതല്ല ദാവീദ് ഇവിടെ പറയുന്നത്. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. താൻ ചെയ്യേണ്ടത് എന്താകുന്നു എന്ന് ദൈവം തൻ്റെ ഹൃദയത്തിൽ തോന്നിച്ച് തരും എന്ന ആ പ്രത്യാശയാണ് ദാവീദ് പ്രകടമാക്കുന്നത്. ഏറ്റവും അത്യുത്തമമായതിനു വേണ്ടിയാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നമുക്കും ഒരു പ്രാർത്ഥനായോഗം നടത്താം എന്ന് ചിലർ ദാവീദിനോട് ഉപദേശിച്ച് കാണുകയില്ലേ എന്ന് നാം വിചാരിക്കും. മുഴുരാത്രി പ്രാർത്ഥന തന്നെയാകട്ടെ, അല്ലെങ്കിൽ 41 ദിവസം ഉപവാസം. അപ്പോൾ ദാവീദ് അവരോട് തൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയിൽ മുഴുകിയ ജീവിതമാകുന്നു എന്ന് പറഞ്ഞിരിക്കാനിടയുണ്ട്. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അതെ, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ നമ്മെ പഠിപ്പിച്ച ദൈവം പൗലോസ് അപ്പോസ്തലനും പറഞ്ഞതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദിവസത്തിൻ്റെ 24 മണിക്കൂറിലും മുട്ടിന്മേൽ നിൽക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ താങ്കൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ പ്രാർത്ഥനയുടെ പ്രത്യാശയിൽ ഓരോ ദിവസത്തിൻ്റെയും 24 മണിക്കൂറുകളും ജീവിക്കുക എന്നാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ദാവീദ് ഒരു പ്രാർത്ഥനാ യോഗം വിളിച്ചു കൂട്ടിയില്ല. വാസ്തവത്തിൽ ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥനയേ ഇല്ല എന്നതാണ് അതിശയകരമായ സംഗതി. എന്നാൽ ഈ സങ്കീർത്തനം മുഴുവൻ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്.
ദാവീദ് പൂർണ്ണമായി ദൈവത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അവൻ്റെ ജീവിതവും പ്രവർത്തനവും പ്രാർത്ഥനാനിരതമായ അന്തരീക്ഷത്തിലുള്ളതായിരുന്നു. ഈ വൃദ്ധനായ രാജാവ് യെരുശലേം വിട്ടുപോകുന്നതായി നാം കാണുന്നു. അദ്ദേഹം കരയുന്നത് നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്നാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ അഗാധമായ അവസ്ഥ നാം മനസ്സിലാക്കുന്ന പക്ഷം ഈ പുറമേയുള്ള കാര്യങ്ങൾ ഒക്കെ മാഞ്ഞു പോകുന്നതത്രേ. ദാവീദ് ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്തു തന്നെ സംഭവിച്ചാലും അവൻ ദൈവത്തോടു കൂടെ തന്നെ നടക്കുവാൻ തീരുമാനിച്ചിരുന്നു എന്നതാണ് ദാവീദിൻ്റെ ഒരു പ്രത്യേകത. മറ്റുള്ളവർ ഇതുപോലെയുള്ള അവസരങ്ങളിൽ നിരാശിതരാവുകയും ദൈവത്തോട് വെറുപ്പുള്ളവരാവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ദാവീദ് അപ്രകാരമായിരുന്നില്ല. ദാവീദ് ഇവിടെ ഇപ്രകാരം പറയുന്നു, എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. ഇതത്ര വിശ്വാസം. അതെ, വിശ്വാസത്തിൻ്റെ പരിശോധന, വിശ്വാസത്തിൻ്റെ സമയം. 6-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. ഈ സങ്കീർത്തനത്തിൻ്റെ കേന്ദ്ര സത്യമാണിത്. അതെ, ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര സത്യവും ഇതുതന്നെയായിരുന്നു. അവൻ്റെ ജീവിതത്തെ നടത്തിക്കൊണ്ടിരുന്ന ശക്തി അതായിരുന്നു. ചരിത്രത്തിൻ്റെ ചക്രവാളത്തിൽ തോളും തലയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിവർന്നു നിൽപ്പാൻ അവനെ സഹായിച്ചതും ഈ സത്യമായിരുന്നു. അവൻ തന്നെ എൻ്റെ പാറയാകും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 21-ാം വാക്യം. ആ പാറ അഥവാ ആ കല്ല് ക്രിസ്തുവാണ്. കൈതൊടാത്ത കല്ല് ഈ ഭൂമിയുടെ മേൽ വീഴുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ഇന്ന് പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ഈ കല്ലിന്മേൽ വീഴുവാൻ കഴിയും. ആ കല്ലിന്മേൽ വീഴുന്നവൻ ഇന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതേ സുഹൃത്തെ, താങ്കൾ ഇന്ന് ഈ പാറമേലാണോ ആയിരിക്കുന്നത്? ആ പാറമേൽ വീഴുന്ന ഏവനും രക്ഷിക്കപ്പെടും. യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അതത്രേ. അവൻ തന്നെ എൻ്റെ പാറയാകുന്നു എന്ന് ദാവീദ് പറഞ്ഞു. അവനിൽ മാത്രമാണ് എൻ്റെ ആശ്രയം. സിംഹാസനം ഇളകുവാൻ പോകുന്നു. യെരുശലേമിൽ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു. ജനം എനിക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു, എങ്കിലും ഞാൻ പാറമേലാണ് നിൽക്കുന്നത് എന്നത്രേ ദാവീദ് പറയുന്നത്. ദാവീദ് മഹത്വകരമായ പാഠം പഠിച്ചു കഴിഞ്ഞു. 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഇത് വളരെ വ്യക്തിപരമായ ഒരു സങ്കീർത്തനമാകുന്നു. ദൈവം എൻ്റെ രക്ഷയാകുന്നു, എൻ്റെ മഹിമയാകുന്നു, എൻ്റെ സങ്കേതമാകുന്നു. എന്നെയും എനിക്കുള്ളതിനെയും കൈപിടിച്ച് നടത്തുന്ന എൻ്റെ ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, ഏത് അവസരത്തിലും എല്ലാ വേളയിലും ആശ്രയിപ്പാൻ മതിയായവനായ ദൈവം അത്രേ നമ്മുടെ ദൈവം. നമ്മുടെ പ്രശ്നങ്ങളുടെ സമയത്താണ് നാം പതറിപ്പോകാറുള്ളതല്ലേ? കോളിളക്കങ്ങളുടെ മധ്യത്തിൽ, നിരാശയിലായിരിക്കുമ്പോൾ, ദുഃഖസമയത്ത് എന്ന് വേണ്ട, എല്ലായ്പ്പോഴും നമുക്ക് അവനിൽ ആശ്രയിക്കുന്നതിനും ആശ്വാസവും സഹായവും കണ്ടെത്തുന്നതിനും കഴിയും. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ. അതെ പ്രിയ സുഹൃത്തെ, താങ്കളുടെ അനുഭവം ഇതാണോ? താങ്കൾ ഇന്ന് ഈ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടാണോ ജീവിക്കുന്നത്? തുടർന്ന് വിശ്വാസത്തിൻ്റെ വിജയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 9-ാം വാക്യത്തിൽ, സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകും. പൊതുജനത്തെ വിശ്വസിപ്പാൻ കഴിയുകയില്ല. അവർ ചപലരാണ്, വിശ്വസിക്കാൻ ഒക്കാത്തവരാണ്. ഈ കാര്യം ദാവീദ് മനസ്സിലാക്കിയിരുന്നു. ഉന്നതന്മാരായ, അതെ, അഹീതോഫെലിനെ പോലെയുള്ളവരെ പോലും വിശ്വസിക്കുവാൻ കഴിയുകയില്ല എന്ന് അവൻ മനസ്സിലാക്കുകയുണ്ടായി. അവരെ ആശ്രയിപ്പാൻ പറ്റുകയില്ല. ഇതാണ് ഒരു വിശ്വാസി പഠിക്കേണ്ടതായ ആദ്യ പാഠം. അതായത് മനുഷ്യരെയല്ല, ദൈവത്തിങ്കിലേക്ക് നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പുതുതായി വിശ്വാസത്തിലേക്ക് വന്ന അനേകം ആളുകൾ നിരാശിതരായി തീർന്നിട്ടുണ്ട്. കാരണം അവർ മനുഷ്യരിലേക്ക് നോക്കി ഇറങ്ങിത്തിരിക്കുന്നു എന്നതാണ്. ഈ കാരണത്താൽ അനേകരുടെയും വിശ്വാസക്കപ്പൽ തകർന്നു പോകുവാൻ ഇടയായിട്ടുണ്ട്. തനിക്ക് മനുഷ്യരെ വിശ്വസിപ്പാൻ കഴിയുകയില്ല എന്ന കാര്യം ദാവീദ് ഈ കാലം അത്രയും മനസ്സിലാക്കി വരികയായിരുന്നു.
അതുകൊണ്ട് അവൻ്റെ വിശ്വാസം അവൻ പൂർണ്ണമായി ദൈവത്തിങ്കിൽ അർപ്പിച്ചു. ഇളകാത്ത ഒരു പാറമേലാണ് അവൻ ആശ്രയം വെച്ചത്. തുടർന്ന് നമുക്ക് വസ്തുമയമായ കാര്യങ്ങളിലും ആശ്രയം വെക്കുവാൻ കഴിയുകയില്ല എന്ന് ദാവീദ് പറയുന്നു. 10-ാം വാക്യത്തിൽ, പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സിൽ വെക്കരുത്. ഇന്ന് അനേകരും തങ്ങളുടെ വസ്തുമയമായ കാര്യങ്ങളിൽ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. എന്നാൽ അവയൊന്നും ശാശ്വതമല്ല എന്ന കാര്യം ഒരു ദൈവപൈതൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമത്രേ. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. ദാവീദ് തൻ്റെ അനുഭവം വീണ്ടും പറയുന്നു. ബലം, ആവശ്യമായിരിക്കുന്നത് എന്തും ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്നതിനാൽ പ്രിയരെ, നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയും. അവനെല്ലാ ശക്തിയുമുണ്ട്. താൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ശക്തി ദാവീദിനിലല്ല, പിന്നെ ദൈവത്തിലാണ്. ദൈവം അവനെ ഒരു വലിയ രാജാവാക്കിയത് കൊണ്ട് മാത്രം അവൻ ഒരു ശ്രേഷ്ഠനായ രാജാവായി. ഇപ്പോൾ അവൻ യെരൂശലേം വിട്ട് ഓടിപ്പോകുവാൻ തക്കവണ്ണം മനുഷ്യരെ ദൈവം അനുവദിച്ചു. താൻ യെരൂശലേമിലേക്ക് മടങ്ങി വരണമെന്നുള്ളത് ദൈവ ഇഷ്ടം അല്ലെങ്കിൽ മടങ്ങി വരികയില്ല എന്നാണ് ദാവീദിൻ്റെ മനോഗതം. എന്നാൽ സകല കാര്യവും ദാവീദ് ദൈവത്തിങ്കൽ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവന് മാത്രമാണ് സർവ്വബലവും ശക്തിയുമുള്ളത്. ഇന്ന് അധികാരത്തിന് വേണ്ടിയുള്ള ഭ്രാന്തമായ ഓട്ടമാണ് ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ലേ. അധികാരം സംഭരിക്കുന്നതിനുള്ള ആ യജ്ഞത്തിൽ ബോംബ് ഉണ്ടാക്കപ്പെട്ടു. ഈ വിധത്തിലുള്ള ശക്തി നാശമുണ്ടാക്കുന്നതാണ്. യഥാർത്ഥ ശക്തിയോടുകൂടെ മറ്റൊരു കാര്യവും എല്ലായ്പ്പോഴും ഉണ്ട് എന്ന കാര്യം ദാവീദ് മനസ്സിലാക്കി എന്ന് നാം കാണുന്നു. 12-ാം വാക്യം, കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകാം. നിനക്ക് ബലം അഥവാ അധികാരം, ശക്തി ഉണ്ടെങ്കിൽ നീ ദയയും കാണിക്കേണ്ടത് ആവശ്യമാണ്. ശക്തി പ്രവർത്തിക്കുവാൻ കഴിയുന്ന തൻ്റെ ദൈവം ദയോടുകൂടെ പ്രവർത്തിക്കുന്നവനും ആകുന്നു എന്നത്രേ ദാവീദ് പറയുന്നത്. കൃപാസനം മടക്കിക്കൊണ്ടുവന്ന് ദൈവാലയത്തിൽ വയ്ക്കണമെന്ന് ദാവീദ് സാദോക്കിനോട് പറഞ്ഞു. കാരണം അവന് ദൈവത്തിൻ്റെ കരുണയും കൃപയും അനുഭവിക്കുവാൻ കഴിയും. പഴയ നിയമ വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനം കൃപാസനമായിരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഇന്ന് കൃപയാണുള്ളത്. പാപത്താൽ ഭാരപ്പെടുന്ന ഓരോ ജീവിതവും കർത്താവിങ്കിൽ നിന്ന് കൃപ പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. പാപഭാരത്താൽ വ്യാകുലപ്പെടുന്ന ഓരോ ജീവിതത്തിനും ദൈവകൃപ പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ആരെയും അവൻ കൈവിടുകയില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് പ്രത്യേകം നന്ദി. ഓരോ ദിവസവും നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് വിലപ്പെട്ട അനുഭവങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് മുഖാന്തരമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതായിട്ടുള്ള ഈ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനായി നിങ്ങൾക്ക് നന്ദി പറയുന്നു. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും വേറെ സങ്കീർത്തനം പഠിക്കുവാൻ ഒരുമിച്ച് വരുന്നതിന് മുൻപ് ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഇരുന്ന് ദൈവകൃപയിൽ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ.